ലക്ഷദ്വീപിന്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ കൃഷിയാണ് വാഴ. ഇവിടുത്തെ ഉപ്പുകലർന്ന മണ്ണും സമുദ്രവായുവും വാഴ കൃഷിക്ക് വളരെ അനുയോജ്യമായ സാഹചര്യമൊരുക്കുന്നു. പ്രകൃതിദത്തമായി വളരുന്ന ലക്ഷദ്വീപ് വാഴകൾക്ക് രാസവളമോ കീടനാശിനിയോ ആവശ്യമില്ല. ദ്വീപുകാർ കൃഷിക്ക് ജൈവവളം മാത്രമാണ് ഉപയോഗിക്കുന്നത്. കടലിന്റെ ശുദ്ധതയും കർഷകന്റെ കഠിനാധ്വാനവും ചേർന്നാണ് ഈ ഓർഗാനിക് വാഴകൾ ഉണ്ടാകുന്നത്. വാഴ കൂടാതെ പപ്പായ, തെങ്ങ്, മറ്റ് വിവിധ പച്ചക്കറികളും ദ്വീപിൽ കൃഷി ചെയ്തു വരുന്നു. ലക്ഷദ്വീപിലെ കർഷകർ ഭൂമിയുടെ പരിമിതികൾക്കുള്ളിൽ ഫലപ്രദമായ രീതികൾ പിന്തുടരുന്നു. ഇത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ലക്ഷദ്വീപുകാരുടെ കാർഷിക രീതികൾ അവരുടെ പരമ്പരാഗത അറിവിന്റെയും പ്രകൃതിയോടുള്ള ബഹുമാനത്തിന്റെയും പ്രതിഫലനമാണ്. ഇങ്ങനെ ഒരു കൃഷി തുടങ്ങുക എന്നൊന്നും അല്ലെങ്കിൽ നമുക്കൊരു സമയം പോവുക എന്നുള്ളതാണ്. പിന്നെ ഈ കൃഷിയെ കൂടെയുള്ള താല്പര്യമാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പരിപാടി ചെയ്യും. പിന്നെ പശുവിൻ ചാണകം കിട്ടാതെ നമുക്കിപ്പോൾ കോഴിക്കാട്ടാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ മറ്റേ എൽപ്പൊടി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എൽപ്പൊടി കിട്ടും. അപ്പോൾ എൽപ്പൊടിയും കുറിച്ച് പിന്നെ എല്ലാ ദിവസവും രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് ഈ തോട്ടത്ത് വരും. പ്രകൃതിദത്തമായ നീരുറവകൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്.